ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ സാധാ പച്ചരി കൊണ്ട് ഒരു കിടക്കാച്ചി ബിരിയാണി തയ്യാറാക്കിയാലോ. വളരെ സിമ്പിളാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. എങ്ങനെ തയ്യാറാക്കണം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ തൈര്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അവിടെ മാറ്റി വെക്കുക. ഇനി ഇതാ ഒരു 4 സവാള ഇതുപോലെ കനം കുറച്ചിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ജീരകം, വലിയ ജീരകം ഇത്രയും എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് മാറ്റി വെക്കുക. പിന്നെ ഇതാ അരി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ 1 ടീസ്പൂൺ നെയ്യ്, ബേ ലീഫ് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി ചേർത്ത് കൊടുക്കുക. അങ്ങനെ അതവിടെ വേവിച്ചിട്ട് മാറ്റി വെക്കുക. അരി ഊറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ നമ്മൾ ദം ചെയ്യണ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ മസാല ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കോരിയെടുക്കുക കേട്ടോ. അതേ ചട്ടിയിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതാ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വാട്ടി കൊടുക്കുക. വാടി വരുന്ന ടൈമിൽ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. അങ്ങനെ അതുകൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലൊരു മണം വരും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി, ഒരു 4 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി തക്കാളി ഒന്ന് നന്നായിട്ട് വഴണ്ട് ഒന്ന് കുഴഞ്ഞ് വരുന്ന ടൈമിൽ നമുക്ക് വീണ്ടും കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല കേട്ടോ, ഗരം മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതിലേക്ക് വേണ്ട ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ചേർത്ത് കൊടുക്കുക. നമ്മൾ ഫ്രൈ ആക്കി വെച്ചുള്ള ചിക്കന്, അതുപോലെ 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ മിക്സായി ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കുക കേട്ടോ. കാരണം നമ്മൾ നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ടില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ ഒന്ന് സോഫ്റ്റായി വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ബിരിയാണി അരി ഇല്ലെങ്കിലും നമുക്ക് നല്ല സൂപ്പറായിട്ട് ബിരിയാണി വെക്കാം കേട്ടോ. അങ്ങനെ കുറച്ചിട്ട് കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും, അതുപോലെ കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ചോറിട്ട് കൊടുക്കുക. അതിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ തന്നെ നെയ്യ്, മല്ലിയില, ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് അടച്ച് വെക്കുക കേട്ടോ. ദം ചെയ്യുക, അടച്ച് വെച്ചിട്ട് ഒന്ന് സ്ലോ കുക്ക് ചെയ്യുക. ഇനി ഇതാ വിളമ്പിയെടുക്കുക, അത്രേ ഉള്ളൂ. ഇത് പച്ചരിയാണെന്നൊന്നും ആരും പറയില്ല കേട്ടോ, കാരണം നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക് യു.